പൊടിയിടല വേണ്ടു. നല്ല വയറ് ഫുള്ളായി. ഇതുപോലെയുള്ള റെസിപ്പി നമ്മുടെ കർണാടകക്കാരെന്നെ തല്ലായിരുന്നു. Hey buddies, welcome back to my channel. Let's capture life together. ഇന്ന് നമുക്ക് ട്രൈങ് ഔട്ട് ഡിഫറെന്റ് സ്റ്റേറ്റ് ഫുഡ് ഫ്രം പൂനെ ചെയ്താലും അതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് വന്നിരിക്കുന്നത് പഞ്ചാബിൽ നിന്നാണ്. ഭാംഗ്ര എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓട്ടി വരുന്നത് അങ്ങനെയല്ലല്ലോ. പഞ്ചാബ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഭാംഗ്രയാണ്. അല്ല, ഫുഡ് ട്രൈ അല്ലല്ലോ, ഡാൻസ് ട്രൈ അല്ലല്ലോ. അപ്പൊ നമുക്ക് ഫുഡ് ട്രൈ ചെയ്താലോ? ഇതാണോ പറാഠ? അതായത് അവരുടെ പനീർ പറാട്ടയും ആലു പറാട്ടയും അവരുടെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും ഡിഫറെൻറ്റ് ട്രൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആലു പനീർ സ്റ്റഫ് പറാത്ത മേടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് ഇരിക്കാം. നമുക്ക് ഒത്തൻറ്റിക് ആയിട്ട് തന്നെ തുടങ്ങാം. ഇത് മേടിച്ചിട്ടുള്ളത് ചൈതന്യ പറാട്ടയിലാണ് കേട്ടോ. ചട്നി ഉണ്ട്, നല്ല മണം. തൈരും മൂര ഓൻ്റെ പൊന്നെ വലിയൊരു പൊറാട്ട മുടക്കി വെച്ചേക്ക. ഒരു പ്ലേറ്റിന്റെ ഫുള്ള് അത്രയ്ക്ക് ഇട്ട്. ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ നല്ല സോഫ്റ്റാ. मेलेडी इतनी चॉकलेटी क्यों है? ഇത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല, ഒരു ദിവസം കഴിക്കാൻ പറ്റുള്ളൂ. നല്ല ഹെവിയാ. ഇത് ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അടിപൊളി. അപ്പോൾ ആദ്യത്തെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തത് സൊമാറ്റോയിൽ കയറിയിട്ട് ഓർഡർ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അതൊരു സ്പെഷ്യൽ ഫുഡാണ്. അതെങ്ങനെ ഉണ്ടാവുന്നത് എനിക്കറിയില്ല, ഞാൻ ഇന്ന് വരെ കഴിച്ചു നോക്കിയിട്ടില്ല, നോക്കി വെക്കാം. പിന്നെ മൂന്നാമത്തെ ഫുഡ് ഞാൻ പുറത്ത് പോയി കഴിക്കുക, കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, കുറച്ച് സ്ട്രീറ്റ് ഫുഡ് ടൈപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോയുടെ എൻഡ് വരെ വെയിറ്റ് ചെയ്യാട്ട് വരെ കുറച്ച് എക്സൈറ്റിംഗ് ഫുഡ്സ് ഞാൻ കഴിക്കുന്നുണ്ട്, വേറെ സ്റ്റേറ്റിൻ്റെ. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ കഴിക്കണേന്ന് അറിയണ്ടേ? ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുന്നത് ഒരു കർണാടക ഡിഷാണ്. ഡിഷിൻ്റെ പേര് വാങ്കി ബാത്ത്. അതായത് ഞാൻ ഈ പൊടി ഇങ്ങനെ കണ്ടു ഒരു സൂപ്പർ മാർക്കറ്റിൽ. ഞാൻ പൊടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല വാങ്കി ബാത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫോർ ബ്രിഞ്ചോൾ റൈസ് എന്നൊക്കെ ഞാൻ കണ്ടു, പക്ഷെ പിന്നീട് എഴുതി നോക്കിയിട്ട് കുറച്ച് വായിച്ചു വിചാരിച്ചു ഇതിനകത്ത് ബ്രിഞ്ചോൾ ഇങ്ങനെ പൊടി എടുക്കണ്ട. എൻ്റെ മണ്ടത്തരം. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രിഞ്ചോൾ ഇഷ്ടമല്ല. അപ്രാവശ്യം പൊടിച്ചിട്ടുണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇതങ്ങോട്ട് മേടിച്ചു. പൊടിയിടല വേണ്ടു റൈസിൽ. പിന്നെ നോക്കിയപ്പോൾ ഇതിനകത്ത് ബ്രിഞ്ചോളും ഇടണം. എനിക്കിഷ്ടമല്ല. ആകെപ്പാടെ ഇവിടെ ഒരു ബ്രിഞ്ചോളേ ഉള്ളൂ. അപ്പം ഞാൻ വെച്ച് കുറച്ചിട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെയുള്ള റെസിപ്പി നമ്മുടെ കർണാടകക്കാരെന്നെ തല്ലായിരുന്നു. കാരണം ഞാൻ ബൈ മിസ്റ്റേക്ക് ഇത് മേടിച്ചതാണ്. എനിക്ക് വേറെ കുറേ ബാത്ത് അറിയാം, ബിസിബിൾ ബാത്ത്, പുളിയോഗര, അതൊക്കെ എനിക്ക് അറിയാം. അത് മേടിച്ചാൽ മതി. പിന്നെ പുതിയതല്ല, ഇപ്പം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതുമ എനിക്കൊരു പുതുമ, അങ്ങനെ ഉദ്ദേശിച്ച് മേടിച്ചതാ. പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം. ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ടാണ് നമുക്ക് ഉണ്ടാക്കാം. അതിനകത്ത് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിൽ മസ്റ്റർഡ്, ചനാദാൽ, കാഷ്യൂനട്ട്, ഗ്രീൻ ചില്ലി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ എഴുതിയുള്ള പോലെ തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് കർണാടക ഫുഡ്. നമുക്ക് കർണാടകയിൽ പോയിട്ടൊന്ന് വരാം. എൻ്റെ കയ്യിൽ ബ്രിഞ്ചോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ബ്രിഞ്ചോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് കുറവായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമല്ലല്ലോ. പക്ഷെ നമുക്കത് കഴിച്ചു നോക്കാം. കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ നേരത്തെ, പക്ഷെ നമുക്ക് നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലാസ്റ്റത്തെ നമ്മൾ കറിയിലിട്ട് കുഴച്ച് കഴിക്കില്ലേ, അതാണ് ചോറ് വരുന്നത്.
ശരിക്കും നമ്മൾ കറിയിൽ ലാസ്റ്റ് ഇട്ട് കഴിക്കണം, അതേ ടേസ്റ്റ് രസമുണ്ട് കേട്ടോ. എനിക്കിഷ്ടമില്ലാത്ത ബ്രിഞ്ചോട് കൂടി കൂട്ടി കഴിച്ചേക്കാം. വഴുതനങ്ങയാണെന്ന് തോന്നുന്നില്ല, ടേസ്റ്റ് ഉണ്ട്, ആക്ച്വലി കൊള്ളാം. ഇപ്പം തന്നെ ഞാനത് തിന്നു കിട്ടു. ഞാനൊന്ന് മര്യാദയ്ക്കൊന്ന് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഈവനിങ്, അതായത് രാത്രിക്ക് എന്താണ് കഴിക്കാമെന്ന് ആലോചിച്ചിട്ട് വരാം. നമുക്ക് കുറച്ച് സ്നാക്സും ഡിന്നറും ഒക്കെ കൂടി ഒരുമിച്ചാണ് കഴിക്കുക. അവിടെ എത്തുമ്പോഴേക്കും രാത്രി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 3/4 മണിക്കൂറുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നല്ല വെറൈറ്റി സ്റ്റേറ്റ് ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ പോവാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് ഡെസ്റ്റിനേഷൻ സെൻറ്റർ ആണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാം. അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗുജറാത്ത് ഫുഡാണ്. അവിടെ ചെന്നപ്പോൾ ദോക്ല മിക്സ് തരാൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് മിക്സ് ചെയ്ത് തന്നതാണ് ഈ ഐറ്റംസ് ഒക്കെ. ആദ്യം തന്നെ ഞാൻ ട്രൈ ചെയ്ത് ആലുവടി അഥവാ പാത്രയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആലുവടി കഴിക്കുന്നത്. എനിക്കിത് ഇഷ്ടമായി, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എനിക്കങ്ങനെ ഫുഡ് എക്സ്പ്ലെയിൻ ചെയ്യാറിയില്ല, അതുകൊണ്ടാണ് ഈ ടേസ്റ്റ് ഉണ്ട് ഇഷ്ടമായി അങ്ങനെ മാത്രം ഞാൻ പറയണത്. അടുത്ത ഞാൻ ട്രൈ ചെയ്തത് കാണിയായിരുന്നു. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇനി ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു പാസ്ത ടെക്സ്ചറായിരുന്നു. എനിക്ക് പാസ്ത ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഇതും ഇഷ്ടമായി. പിന്നെ ഞാൻ റൈസ് ദോക്ല കഴിച്ചു. ഇതൊരു ഇഡ്ഡലി ടേസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതൊരു ഓക്കേഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മസാല ദോക്ല ഇത് ഖമൻ ദോക്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഒരു മധുരം ഉണ്ടായിരുന്നു, ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഇതിഷ്ടായി. ഇത് ഇഡ്ഡലി അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഗുജറാത്ത് കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത് കഴിക്കാൻ പോണത് രാജസ്ഥാൻ ഫുഡാണ്. പണ്ട് ഞാൻ രാജസ്ഥാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ദാൽ ബാട്ടി കഴിക്കണത്. ആദ്യം കഴിച്ചപ്പോൾ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ എൻ്റെ ഒരു രാജസ്ഥാനി ഫ്രണ്ട് എനിക്ക് ഈ ദാൽ ബാട്ടി ഉണ്ടാക്കി തന്നായിരുന്നു. അത് അപാര ടേസ്റ്റ് തന്നെയായിരുന്നു. അതോടെ ഞാൻ ദാൽ ബാട്ടി ഫാനായി മാറിയായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതാണ് ഞാൻ ഈ കടയിൽ കയറിയത്. പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഈ ദാൽ ബാട്ടി അടിപൊളിയായിരുന്നു. കണ്ടില്ല, എൻ്റെ നിർത്താതുള്ള കഴിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എനിക്കത് അത്ര ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത്. ആള് കണ്ടാൽ കുട്ടിയാണേലും പവർഫുള്ളാണ്. നല്ല ഫീലിംഗ് ആണ് ഈ ദാൽ ബാട്ടി. ഇനി നമുക്കൊന്ന് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് വരാം. ഒരു ഫിൽറ്റർ കോഫി കുടിക്കാതെ എന്താഘോഷം. ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇവിടുത്തെ ഫിൽറ്റർ കോഫി ഓക്കെ ആയിരുന്നു കേട്ടോ. കുടിക്കാം, അത്ര തന്നെ. ആ ഒരു ആഹാ ഫീലില്ലേ, അത് മിസ്സിങ് ആയിരുന്നു. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ചാലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. നല്ല വയറ് ഫുള്ളായി അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി നോക്കിക്കോ. ബൈ.